വൈകിട്ട് പോത്തിനെ കഴിക്കാൻ വന്നപ്പോഴേ ഈ കാഴ്ച കണ്ടതും ആദ്യം ഒന്ന് ഞെട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ കൊണ്ട് പോത്തിനെ കെട്ടാൻ നേരത്ത് ഇതേപോലെ തൂവലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉച്ചയ്ക്കാണെങ്കിൽ വീട്ടിൽ പട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കോഴീനെ ഒന്നും പിടിക്കുന്നതിന് മുമ്പ് എറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു. പിന്നെ ഇതെന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് ചെന്ന് നോക്കിയപ്പോഴാണ് അത് കൊക്കിൻ്റെ തൂവലാണ് കേട്ടോ. ഈ പോത്തിൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട് കൊക്കുകൾ ഇഷ്ടം പോലെ. ആ സമയത്ത് എന്തോ ജീവി പിടിച്ചതാണോ ഇനി ഈ കാട്ടിൽ കൊക്കിരുന്ന സമയത്ത് പിടിച്ചതാണോ എന്നറിയില്ല. കാരണം ഇത് ഈ അക്യോഷമരങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ്. നമ്മൾ പണ്ട് മീൻ കൃഷിക്ക് വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ളൊരു വീട്ടുകാർ തന്നെ ചെയ്തേക്കണേ. ഇത് മീൻ കൃഷിക്ക് വേണ്ടി ഇങ്ങനെ കുളം ഉണ്ടാക്കിയതായിരുന്നു. ഒരു 4 തോട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സക്സസ് ആയില്ല. ഇവിടുത്തെ വെള്ളം മീൻ കൃഷിക്ക് അനുയോജ്യമല്ലെന്നും പറഞ്ഞ് പിന്നെ മീൻ കൊണ്ട് ഇട്ടതെല്ലാം ചത്തുപോവുകയും ചെയ്തു. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ വരാൽ കാരി എല്ലാം കിടക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ കാണുന്ന കണ്ടോ അടുത്ത സെറ്റ് പൂടയും കാര്യങ്ങളും പറിച്ചിട്ടേക്കണം. പക്ഷേ രാവിലെ ഞാൻ വന്നപ്പോൾ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് വേറൊന്നുമല്ല, ഇത് നമ്മുടെ പാടത്തിറങ്ങിക്കൊണ്ടിരുന്ന ഞാറ അല്ലെങ്കിൽ സൈബീരിയൻ എന്നൊക്കെ പറയുന്ന കൊക്കില്ല, നല്ല പൊക്കമുള്ളൊരു സൈസ് കൊക്കാണ്. അതാണ് ഇതിനൊരു കൂടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ തന്നെ. അപ്പം ഞാനിത് മുട്ടയിട്ടിരിക്കുമായിരിക്കും എന്ന് ഓർത്ത് ഇതിനെ കാണാതായപ്പോൾ. പക്ഷേ അതിനെ പിടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ മാംസങ്ങളെല്ലാം എടുത്ത് ഭക്ഷിച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെ ഇട്ട ഉറുമ്പരിച്ച് പോയതാണ്. ഇതിപ്പോൾ കാട്ടുമാക്കാനാവാനാണ് ചാൻസ് ഇവിടെ കൂടുതലും. കാട്ടുമാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടുപൂച്ചയ്ക്കാണ് ഇവിടെ കാട്ടുമാക്കാൻ എന്ന് പറയണത്. പിന്നെ അല്ലെങ്കിൽ വലിയ വേറെ മൃഗങ്ങളൊന്നും നമുക്കിവിടെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. പിന്നെയുള്ള മരപ്പെട്ടിയാണ്. പക്ഷെ അവനും ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നേരെ കാണുന്നതൊക്കെ ചെറിയ തോടിൻ്റെ ഓരോ ഭാഗങ്ങളാട്ടോ. ഞങ്ങളിവിടെ നേരത്തെ വന്നിരുന്ന് ചൂണ്ടിടലും കാര്യങ്ങളൊക്കെ, ഇപ്പോഴും ചൂണ്ടിടാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ തന്നെ വരാറുള്ളത്. ഇഷ്ടംപോലെ മീനുകളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, നല്ല നാടൻ മീനുകളെല്ലാം കിടക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളിത് ഒരു പ്രാവശ്യം വറ്റിച്ചിട്ടില്ല കേട്ടോ, മോട്ടർ എടുത്തുകൊണ്ട് വന്നിട്ട്. പിന്നെ ഇപ്പോൾ അതിനോടുള്ള താല്പര്യമല്ല, നമ്മുടെ പിള്ളേരെല്ലാവരും പലയിടത്തും പല ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഈ പ്രാവശ്യം ചെയ്യണമെന്നും പറഞ്ഞ് ഞങ്ങളിരിക്കുന്നു. അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ പോത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ്, പോത്തിനെ കെട്ടിക്കണ പാടത്തേക്കേ. ഇന്ന് ഇപ്പം ഞാൻ ചെല്ലണ കാണുമ്പോൾ എന്നെ തലപൊക്കി നോക്കും. കാരണം ഞാൻ ഇത്തിരി നേരത്തെയാണ്, ഒരു 4:30 സമയമായിട്ടുള്ളൂ വൈകിട്ട്. അത് കാരണം എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക, എന്തുകൊണ്ടാടാ നീ നേരത്തെ വന്നതെന്നുള്ള രീതിയിൽ. എനിക്കിവിടെ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് വൈകിട്ട്. അപ്പോൾ അത് കാരണം നേരത്തെ ഒന്ന് കയറ്റി നമ്മുടെ പറമ്പിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ വൈകി വന്നാലും എനിക്ക് കൂട്ടിലേക്ക് കയറ്റി കെട്ടാൻ പറ്റും. അപ്പോൾ നേരത്തെ കയറ്റി തീറ്റയും കൊടുത്ത് പറമ്പിൽ കെട്ടിയിടും, എന്നാലും കുഴപ്പമില്ല.